ഓക്കെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ 4th ചാപ്റ്ററാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനാലിസിസിൽ വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ടെക്നിക്കാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സാധാരണ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് വാട്ട് ഷോസ്, ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. അതേപോലെ തന്നെ സിമിലർലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദാറ്റ് മീൻസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻ ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ആ കമ്പനിയുടെ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലൊരു ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് എന്ത് മെൻഷൻ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ അല്ലെങ്കിൽ എന്താണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്താണ് എന്തൊരു കമ്പനി എത്രത്തോളം ഫണ്ട് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്, എത്രയാണ് ഒരു ഫണ്ടിൻ്റെ എത്രത്തോളമാണ് ഫ്ലോ, അതായത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എത്രത്തോളം ഉണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡിൽ എന്നുള്ളത് ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലോ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ആൻ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഹാവ്സ് ടു ബി പ്രിപ്പയർഡ്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദിസ് അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൾഡ് വാട്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്. ദാറ്റ് മീൻസ് ഫ്ലോ മീൻസ് എന്താ അതിൽ ഉദ്ദേശിക്കുന്നത്, ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ടിനെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ 2 ഡേറ്റ്സ്. 2 ഡേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ് ഒരു 2019 ആൻഡ് 2020 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫണ്ട് ഇൻഫ്ലോ അല്ലെങ്കിൽ ഫണ്ട് ഔട്ട്ഫ്ലോ, ഈ ഒരു ഫണ്ടിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഡേറ്റ്സിൽ വരുന്ന ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ ഡീവിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ടെൽസ് അസ് ഫ്രം വേർ ഫണ്ട് ഹാവ് കം ആൻഡ് വേർ ഫണ്ട് ഹാവ് ഗോൺ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എവിടെ നിന്നൊക്കെ ഫണ്ട് വന്നു, എവിടേക്ക് ഫണ്ട് പോയി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ആൻ്റണി, ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് ദ സോഴ്സസ് ഫ്രം വിച്ച് അഡീഷണൽ ഫണ്ട്സ് വർ ഡിറൈവ്ഡ്. അപ്പോൾ ഇവിടെ ഒരു ഫേമിലേക്ക് എത്രത്തോളമാണ് ഫണ്ട്, അഡീഷണൽ ഫണ്ട് ഏത് സോഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ആൻഡ് ദ യൂസസ് ടു വിച്ച് ദീസ് സോഴ്സസ് വേർ പുട്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് ദ സോഴ്സസ് ഫ്രം വിച്ച് അഡീഷണൽ ഫണ്ട്സ് വേർ ഡിറൈവ്ഡ് ആൻഡ് ദ യൂസസ് ടു വിച്ച് ദീസ് സോഴ്സസ് വേർ പുട്ട്. ദെൻ thus fund flow statement measures the changes that take place in the various assets and liabilities between 2 balance sheet dates. ഇപ്പോൾ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിലെ നമ്മൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ചേഞ്ചസ് ആണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, then in short it is a statement of sources and uses of fund. ശ്രദ്ധിക്കുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട് എന്ന് പറയാം. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേർ ഗോട്ട് ആൻഡ് വേർ ഗോൺ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരുകളാണ് എന്തൊക്കെ, വേർ ഗോട്ട് ആൻഡ് വേർ ഗോൺ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇപ്പോൾ 2 രീതിയിൽ നമ്മൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കാം. ദെൻ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു പ്രിപ്പയർ എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ആനുവൽ അക്കൗണ്ട്സിൻ്റെ കൂടെ നമുക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യാം. ഇന്ത്യയിൽ അങ്ങനെ കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്തോളണം എന്നില്ല. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഫണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഫണ്ട് ഇൻഫ്ലോ ആൻഡ് ഫണ്ട് ഔട്ട്ഫ്ലോ നമ്മൾ ഡിസ്ക്രൈബ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. ദെൻ വാട്ട് യു മീൻ ബൈ ഫണ്ട്,
The term fund generally means the amount of money which the individuals or organizations require to run their business. ഒരു ബിസിനസ് റൺ ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമായ എമൗണ്ട് ഓഫ് മണി ആണ് എന്ത് ഫണ്ട് എന്ന് പറയുന്നത്. ദ ടേം ഫണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേയ്സ്. നമുക്ക് 3 രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഫണ്ടിനെ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പറയാനായിട്ട് കഴിയും. ഏതൊക്കെയാണ് നോക്കാം. ഇൻ നാരോ സെൻസ് ഫണ്ട് മീൻസ് ക്യാഷ് ഓർ മണി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് മീൻസ് എന്താണ്, ക്യാഷ് ഓർ മണി. ഒരു ബ്രോഡ് സെൻസ് പറയുകയാണെങ്കിൽ എന്താ, ഇറ്റ് മീൻസ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസിനെയും നമുക്ക് എന്ത് പറയാം, ഫണ്ട് എന്ന് പറയാം അല്ലേ. പോപ്പുലർ സെൻസിൽ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദ ടേം ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കൊരു പോപ്പുലർ സെൻസിൽ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, വർക്കിംഗ് ക്യാപിറ്റലിന് നമുക്ക് ഫണ്ട് എന്ന് പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ്. അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ദാറ്റ് ഈസ് ഫണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്? ഫ്ലോ മീൻസ് ചേഞ്ച് ഓർ മൂവ്മെൻറ്റ്. ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയാം, നമുക്ക് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് നിൽക്കുകയല്ലല്ലോ, അത് ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലോ എന്ന് പറയുന്നത്. സോ ഫണ്ട് മീൻസ് വാട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ലെങ്കിൽ മൂവ്മെൻ്റ് ആണ്, ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലുമാണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ട് ഫ്ലോ മീൻസ് വാട്ട്, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ദ ഫ്ലോ മേ ബി ഇൻഫ്ലോ ഓർ ഔട്ട് ഫ്ലോ. അപ്പോൾ അതിൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവാം, അത് ഇൻഫ്ലോ ആവാം, ഔട്ട് ഫ്ലോ. ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്ന ഫണ്ട് എന്ന് പറയാം. ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഫണ്ടാണ്, അല്ലെങ്കിൽ ഔട്ട് ഫ്ലോ എന്ന് പറയാം. സോ ദ ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഈസ് കോൾഡ് സോഴ്സസ് ഓഫ് ഫണ്ട്. Inflow of fund is called sources of fund and outflow of fund is called uses or application of fund. അല്ലേ, നമ്മൾ ഫണ്ട് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കല്ലേ, ആപ്ലിക്കേഷൻ അല്ലേ, യൂസസ് അല്ലേ. സോ ഫണ്ട് അവിടെ ഔട്ട്ഫ്ലോ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സ്, നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കതിന് ഇൻഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഫണ്ട്. ദേ ഹാവ് inflow of fund and outflow of fund. If the total sources are more than the use, it result in increase of working capital. If the total sources are more than യൂസിനേക്കാൾ കൂടുതൽ സോഴ്സ് ആണെങ്കിൽ, അതായത് ഇൻഫ്ലോ കൂടുതലും ഔട്ട്ഫ്ലോ കുറവുമാണെങ്കിൽ അവിടെ റിസൾട്ട് ചെയ്യുന്നത് എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. Other hand, if the total uses are more than the total sources, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും സോഴ്സസ് കുറവുമാണെങ്കിൽ, ഇൻഫ്ലോ കുറവും ഔട്ട്ഫ്ലോ കൂടുതലും ആണെങ്കിൽ അവിടെ ഡിക്രീസസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇൻ ദിസ് വേ the flow of fund or change working capital may be increase working capital or decrease in working capital. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞു അല്ലേ. ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ലേ, മൂവ്മെൻ്റ് ആണ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഈ ചേഞ്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആവാം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓഫ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ടു സെർവ് ആസ് എ ടെക്നിക് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കായിട്ട് സെർവ് ചെയ്യുന്നു എന്ന് പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ്, ടു നോ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദെയർ കോസസ്
അപ്പോൾ നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് നെക്സ്റ്റ് പറയുന്നത് ടു റിവീൽ ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിവീൽ ചെയ്യണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പേർപ്പസ് കൂടിയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടു ആൻറ്റിസിപ്പേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ശരിക്കും ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. Then next, to reveal the most important changes that have taken place during particular period. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു ബജറ്റ് പ്രിപ്പറേഷൻ്റെ ഒരു ബേസാണ് ശരിക്കും എന്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ബജറ്റിംഗ്. പക്ഷെ നമ്മൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറും എക്സ്പെക്റ്റഡ് ഇൻകവുമാണ് ബഡ്ജറ്റിൽ പറയുന്നത് അല്ലേ. അപ്പം നമുക്കങ്ങനെ ഫ്യൂച്ചറിൽ ഒരു ഫണ്ട് എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി എത്രത്തോളം ഫണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഫണ്ടിൽ വരുന്ന ചേഞ്ചസ് എന്താണ് എന്ന് എന്തിനകത്താണ് അറിയുന്നത്, ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. അപ്പോൾ ആ ചേഞ്ചസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ ബഡ്ജറ്റ്സ് ിലേക്കുള്ളൊരു ബേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ദെൻ ടു അസസ് ഗ്രോത്ത് ഓഫ് ഫേം. ഒരു ഫേമിൻ്റെ ഗ്രോത്ത് അസസ് ചെയ്യാനും എന്തുകൊണ്ട് കഴിയുന്നുണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് കഴിയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓർ ബെനഫിറ്റ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസും യൂസസും ബെനഫിറ്റ്സും ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ രീതി പറയാം. ഷെയർ ഹോൾഡേഴ്സിന്, then useful to long-term creditors and debenture holders, then useful to short-term creditors, banks and financial institution, then useful to മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് മാനേജ്മെൻറ്റിന്, ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിന്, ബാങ്ക്സിന്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ലോങ് ടേം ക്രെഡിറ്റേഴ്സിന്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിനൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലൂടെ യൂസ്ഫുൾ ആവുന്നത്, എങ്ങനെയാണ് ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്. It provides information regarding availability of funds in the business. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് എന്നാണ് പറയുന്നത് അല്ലേ. ഓണർ ഓഫ് ദ ബിസിനസ് ആണ് ആര്, ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ എത്രത്തോളം ഫണ്ട് അവൈലബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ശരിക്കും ആ ഒരു ഏർണിംഗ് കപ്പാസിറ്റി അവിടെ പറയുന്നത് സോഴ്സസ് കൂടുതലും യൂസസ് കുറവും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് എനേബിൾസ് ടു നോ ദ എബിലിറ്റി ഓഫ് ദ കമ്പനീസ് ടു പേ ഡിവിഡൻഡ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്, അപ്പോൾ ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ ആ ഒരു എബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കമ്പനിക്ക് എത്രത്തോളം എമൗണ്ട് പേ ചെയ്യാനായിട്ട് കഴിയും, നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലേ ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഷെയർ ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് യൂസസ് ടു ലോങ് ടേം ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ കമ്പനി ക്യാൻ പേ ഇൻട്രസ്റ്റ്. അതായത് ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ, വെച്ചാൽ കൃത്യമായിട്ടുള്ള സോഴ്സസ് ഉണ്ടെങ്കിലല്ലേ യൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസസ് ഓഫ് ഫണ്ടും സോഴ്സസ് ഓഫ് ഫണ്ടും മെൻഷൻ ചെയ്യുന്നതിലൂടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇൻട്രസ്റ്റ് പേയിങ് കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത്. ദെൻ ഇറ്റ് എനേബിൾസ് ടു ജഡ്ജ് ദ കപ്പാസിറ്റി ഓഫ് ദ കമ്പനി ടു റീപേ ദ ലോൺ ഓർ ഡിബഞ്ചേഴ്സ്. ഇൻ ഷോർട്ട് ഹെൽപ്സ് അസസിങ് സോൾവൻസി ഓഫ് ദ ബിസിനസ്. ഒരു കമ്പനിയുടെ സോൾവൻസി പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും എന്ത് ഹെൽപ്ഫുള്ളാണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് യൂസ്ഫുൾ ടു ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു നോ വെദർ ദ മണി ബോറോഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്. അപ്പം കിട്ടിയിട്ടുള്ള ഫണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ.
Then next പറയുന്നത് it helps to know whether the company can pay interest regularly and to pay the principal in time. അതായത് ക്രെഡിറ്റേഴ്സിന് കൃത്യമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ബാങ്ക്സിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കറക്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് കറക്റ്റ് ടൈമിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ, ഇതൊക്കെ എന്താണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. കാരണം എങ്ങനെയാണ് ഫണ്ട് മൂവ്മെൻറ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഒരുപാട് യൂസസ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് പ്ലാനിങ് ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, ദെൻ ഇവാലുവേറ്റിംഗ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ഫോർമുലേറ്റിംഗ് സൗണ്ട് ഡിവിഡൻഡ് പോളിസി, എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, testing whether working capital is effectively utilized, then taking appropriate decisions regarding purchase of asset. കാരണം അസറ്റൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സോഴ്സ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എന്തിനകത്ത് കാണിക്കുന്നുണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. Then identifying any unnecessary investment in fixed assets, then understanding the reason for financial difficulties if any, then planning for redemption of long-term debts, then ascertaining fund from operation, proper allocation of resources, then identifying strength and weaknesses of the organization. In short, it helps making decisions. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഇൻഫർമേഷൻസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിന്ന് മാനേജ്മെൻറ്റിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യൂസസ് ഓർ പർപ്പസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദേ ഹാവ് സം ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദേ ആർ ഫസ്റ്റ് വൺ ഈസ് ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ട് ഫ്ലോ നോക്കാം. ഫണ്ട് ഫ്ലോയുടെ അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓൺലി എ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഗിവൺ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡാറ്റാസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഡാറ്റാസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്കതൊരു ഒറിജിനലാണ് എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം ഓൾറെഡി ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഡാറ്റാസ് യൂസ് ചെയ്തിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ, ഇറ്റ് കനോട്ട് റിവീൽ കണ്ടിന്യൂസ് ചേഞ്ചസ്. ഒരു പീരീഡിലുള്ള ചേഞ്ചേ അറിയുന്നുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ച് എന്ത് ചെയ്യുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2 ഇയറിലുള്ള ഡാറ്റാസാണ് കമ്പയർ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഫ്ലോയിൽ അങ്ങ് കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യില്ല, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കഴിയില്ല. ദെൻ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് എഫക്റ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എഫക്ഷനിലേക്ക് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യില്ല, നമുക്ക് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല. അതുപോലെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷനാണ്, ഇറ്റ് ഡസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് ഓൺലി എ സപ്ലിമെൻറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ബാലൻസ് ഷീറ്റിനോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ എലോങ് വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്, അതിനൊരു സപ്ലിമെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് നോട്ട് ആസ് യൂസ്ഫുൾ ആസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസ്ഫുൾ അല്ല ശരിക്കും ഇതിനകത്ത് വരുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഡസ് നോട്ട് റിവീൽ ദ പൊസിഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് എന്തേ ചെയ്യുന്നുള്ളൂ, ആ ഒരു ഫ്ലോ ഓഫ് ഫണ്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അങ്ങനെയാണെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ ബാലൻസ് ഷീറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. അതായത് അസറ്റ്സും ലാബിലിറ്റീസും അതിൽ വരുന്ന അസറ്റ്സിൻ്റെ ചേഞ്ചസും ലാബിലിറ്റീസിൻ്റെ ചേഞ്ചസും മെൻഷൻ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ഡൈനാമിക് സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അസറ്റോ ലാബിലിറ്റിയോ അല്ല കാണിക്കുന്നത്, അതിൻ്റെ ചേഞ്ചസാണ് കാണിക്കുന്നത്. ഇറ്റ്സ് എ ഡൈനാമിക് സ്റ്റേറ്റ്മെൻറ്റ്.
But balance sheet is a static statement. It's a statement of assets and liabilities. Balance ഷീറ്റിനകത്ത് അസറ്റും ലാബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ പീരീഡിലെ അസറ്റും ലാബിലിറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. Then fund flow statement is prepared to show the sources and uses of funds during a period of time. ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള കമ്പനിയിലുണ്ടായിട്ടുള്ള സോഴ്സസും യൂസസും മെൻഷൻ ചെയ്യുന്ന, ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർടെയിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് ഇയർ എൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൺലി എ സപ്ലിമെൻറ്റ് ടു ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സപ്ലിമെൻ്റ് ആണ് എന്ത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ബാലൻസ് ഷീറ്റ് ഈസ് എ പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ലീഗലി കമ്പൽസറി ടു പ്രിപ്പയർ. അതൊരു ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ മതി, കമ്പൽസറി ആയിട്ടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. പക്ഷേ ബാലൻസ് ഷീറ്റ് ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ അണ്ടർ കമ്പനീസ് ആക്ട്, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി. അതൊരു സ്റ്റാറ്റ്യൂട്ടറിയാണ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ബാലൻസ് ഷീറ്റ് ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഓക്കെ, ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് യൂസസ് ആൻഡ് സോഴ്സസ് ഓർ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് ഈസ് യൂസ്ഫുൾ ടു എക്സ്റ്റേർണൽ പാർട്ടീസ്. ഇപ്പം കമ്പനിയുടെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും കമ്പനി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എക്സ്റ്റേർണൽ പാർട്ടീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് മെൻഷൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ടെക്നിക്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ഒരു പ്രിലിമിനറി ടെക്നിക്സ് പറയുന്നുണ്ട്. അതിനകത്ത് 2 മേജർ സ്റ്റേജായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ദ മീനിങ് ഓഫ് ഫണ്ട് ആൻഡ് the flow of fund, then the meaning of fund flow statement, then objective or purpose of fund flow statement, then importance or uses or benefits of fund flow statement, then limitations of fund flow statement and the difference between fund flow statement and balance sheet ആണ്. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.